മാർക്കറ്റിൽ പോയപ്പോൾ ഇതായിരിക്കുന്നു പള്ളത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണും പൂട്ടി അടങ്ങ് മേടിച്ചു കേട്ടോ. എനിക്ക് ഈ പള്ളത്തിയെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? ഇന്ന് ഈ പള്ളത്തി മേടിക്കാൻ കുറേ കാശും കൊടുക്കണം, ഇച്ചിരിയും പള്ളത്തിയും കിട്ടും. പണ്ടാണെങ്കിൽ എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒരു തോടുണ്ടായിരുന്നു. അപ്പോൾ തോട്ടിൽ നിന്ന് നിറയെ പള്ളത്തിയും ചെമ്പല്ലിയും കാരിയും കൂരിയും വരാലും മുഷിയും ഒക്കെ കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് എന്തെങ്കിലും ഒന്ന് മേടിക്കണമെങ്കിൽ നല്ല പൈസയും കൊടുക്കും, ഇച്ചിരിയും വലുതും കിട്ടിയാലായി. പണ്ട് ഇതേ സമയത്ത് നല്ല മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചനെ പിന്നെ വീട്ടിൽ കാണില്ല കേട്ടോ. അപ്പച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പയുടെ പപ്പയാണ് കേട്ടോ. ഭയങ്കര ക്രേസായിരുന്നു ഈ മീനെ പിടിക്കുന്ന പരിപാടി. ഒരു വലയുണ്ടായിരുന്നു, ഒരു വലയൊന്നും അല്ല കേട്ടോ, ഒരു 100 വല കാണും. ആ തോട് ഫുൾ വല ഇട്ട് വെക്കുമായിരുന്നു കേട്ടോ. ഉടക്ക് വല തോടിന് കുറുകെ ഇട്ട് വെക്കും. പിന്നെ ഒരു വീശുന്ന വലയുണ്ടായിരുന്നു, അതുകൊണ്ട് വീശി പിടിക്കാവുന്നതിൻ്റെ അത്രയും മീനെ പിടിക്കുമായിരുന്നു കേട്ടോ. രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല. പക്ഷെങ്കിൽ എൻ്റെ അപ്പച്ചൻ പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ. ഈ മീനെയൊക്കെ പിടിക്കുന്നത് ഞങ്ങൾ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ് ആയിരുന്നു കേട്ടോ എനിക്ക്. ഓർക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഓർക്കുമ്പോൾ സന്തോഷം മാത്രം തരുന്നൊരു കാലമായിരുന്നു ശരിക്കും എനിക്കതൊക്കെ. എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട് കേട്ടോ എൻ്റെ കൊച്ചിനും അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലെന്ന്. പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കില്ല. കാരണം അത്രയും വർഷം അവിടെ താമസിച്ചിട്ടും ഒരു ചൂണ്ടയിട്ട് പോലും ഒരു മീനെ പിടിക്കാൻ ഞാൻ പഠിച്ചില്ല കേട്ടോ. അപ്പോൾ പള്ളത്തിയും പരിപ്പ് കറിയും ചിക്കൻ കറിയും തോരനും എല്ലാം കൂട്ടി ഒരു ഉച്ചയൂണും.